രാവിലെ അമ്മ ജോലിക്ക് പോകാനെല്ലാം ഒരുങ്ങിയിരിക്കുവാണേ. അപ്പം നമുക്കിന്ന് നല്ല പണിയുണ്ട് വീട്ടിൽ. ഓണമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാം വൃത്തിയാക്കാനും ചെത്തി വരാനും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ പയർ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. പയർ തോരനും മീൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ പയറെല്ലാം വെള്ളത്തിലിട്ടതെടുത്ത് കുക്കറിനകത്തൊക്കെ ഇട്ടു. അതെല്ലാം അടുപ്പിലിട്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു. സ്ലാവൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അപ്പോഴത്തേനും നമ്മുടെ പയറെല്ലാം വെന്തിട്ടുണ്ട്. പയറെല്ലാം വേവുന്ന സമയം കൊണ്ട് ഓഫാക്കി എല്ലാം വെച്ചിട്ട് നേരെ അവിടെ എല്ലാം തുടച്ചിട്ടിട്ട് പയറിന് വേണ്ടുന്ന തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു. അപ്പം നമ്മുടെ ചേച്ചി വീട്ടിലുണ്ട്. ചേച്ചിക്ക് പനി ആയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പാട്ടയൊക്കെ ഇന്നലെ അമ്മ കഴുകി വെച്ചത് വെയിലത്ത് വെക്കാനുണ്ടായിരുന്നു. ഞാനതെല്ലാം വെയിലത്ത് കൊണ്ട് പെരമണ്ടയ്ക്ക് കൊണ്ടെന്നെല്ലാം വെച്ചിട്ട് താഴെ വന്ന് നമുക്ക് ചിലന്തി വലയൊക്കെ അടിക്കണമായിരുന്നു. പിന്നെ ഹോളിൽ ഇരുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, കുഞ്ഞിപ്പെണ്ണിൻ്റെ കളിപ്പാട്ടവും കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം എടുത്ത് താഴെ ഇട്ട് കൂട്ടത്തി ഒരു ബുദ്ധൻ എൻ്റെ കൈ കൊണ്ട് താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. രാഹുലണ്ണൻ്റെ ബുദ്ധനാണ്. രാഹുലണ്ണ അറിഞ്ഞിട്ടില്ല. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ രാഹുലണ്ണ അറിയും ആ സാധനം പൊട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ നമുക്കൊരു കുഞ്ഞു ചൂലുണ്ടായിരുന്നേ. ഇതുവഴി ചൂലൊക്കെ കൊണ്ടുവരുന്ന ഒരു ചേട്ടൻ നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ തന്നെയാണ് ഈ ചൂല്. അത് വലിയൊരു ഉപകാരമാണ്. ജനലും പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തുടയ്ക്കാനൊക്കെ തൂക്കാനും ഒക്കെ ഭയങ്കര ഉപകാരമാണ് അത്. ഇതിവിടെ കൂടുതലുമായിട്ട് ഉപയോഗിക്കുന്നത് കുഞ്ഞിപ്പെണ്ണാണ്. അപ്പോൾ അവിടെ കയ്യിൽ എപ്പോഴും ഇത് കാണും. നമ്മൾ എന്ത് ജോലി ചെയ്താലും അവിടെ കയ്യിൽ ഈ ഒരു ചൂല് കാണും. അപ്പം ഞാനതെല്ലാം മേടിച്ചിട്ട് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് ചിലന്തി വലയും പൊടിയും എല്ലാം ഈ ചൂല് കൊണ്ടാണ് തൂത്ത് വൃത്തിയാക്കിയത്. അപ്പം നമുക്ക് ഓണമായതുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ പിന്നെ എല്ലാം അങ്ങ് ഒരു അറ്റത്തൂന്ന് തുടങ്ങാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് നേരെ സിറ്റൗട്ടിൽ വന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇതാണ്ട് ആ ചൂലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചിലന്തി വല അടിക്കുന്ന കണ്ടുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനും എൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീടിൻ്റെ പുറത്തൊക്കെ കുറച്ച് ചിലന്തി വല ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായി ചിലന്തി വല അടിച്ചിട്ട്, ഒരു 6 മാസമെങ്കിലും ആയി കാണും ചിലന്തി വലയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചിക്ക് പനി. എൻ്റെ കൂടെ ഇറങ്ങിയ കുഞ്ഞിപ്പെണ്ണ് റോഡിലോട്ട് പോയി. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെയും വിളിച്ച് കുഞ്ഞിപ്പെണ്ണ് അവിടെ ജോലി എടുത്തുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ 4 വശവും ചിലന്തി വല അടിക്കാനായിട്ട് പോയി. കുഞ്ഞിപ്പെണ്ണിനെ പെരയ്ക്കകത്തിരുത്തിയാലൊന്നും അവളവിടെ അടങ്ങിയിരിക്കത്തില്ല. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ തന്നെ നടക്കുക. അവിടെ അമ്മ ചാരി വെച്ചിരുന്ന ഒരു ചൂലെടുത്ത് അതിൻ്റെ ഈർക്കിലും എല്ലാം വലിച്ചു പറിച്ച് അവിടെ ഇട്ട് അവസാനം അതും ഞാൻ മേടിച്ച് അവിടെ വെച്ചിട്ട് എൻ്റെ കൂടെ തിരിച്ചു കൊണ്ടുപോയി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പെരയ്ക്കകത്ത് വന്നപ്പോഴത്തേന് ചേച്ചി വെള്ളമൊക്കെ കലക്കി തന്നായിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും എൻ്റെ കൂടെ ജോലിയെടുത്ത് ക്ഷീണിച്ചതല്ലേ, അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനും കൊടുത്തു. പിന്നെ ഈ പൊടിയൊക്കെ തട്ടി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇരുന്നിടത്ത് തന്നെ എല്ലാം പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം കുഞ്ഞിപ്പെണ്ണത് എൻ്റെ കൂടെ അവിടെ കയറി നിൽപ്പുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി സെറ്റിയുടെയും ദിവാങ്കോട്ടിൻ്റെയൊക്കെ പുറകിൽ ചിലന്തി വലയും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വൃത്തിയാക്കിയിട്ട് നേരെ ജനലൊക്കെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ പോയി. കർട്ടനൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം തൂത്തും തുടച്ച് വെക്കുന്നപ്പോഴത്തേന് എല്ലാം കഴിഞ്ഞ് ഞാൻ പെരയ്ക്കെല്ലാം തൂത്ത് അരി വൃത്തിയാക്കാനായിട്ട് പോയി. അങ്ങനെ പെരയ്ക്കെല്ലാം തൂത്തിട്ട് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ തൂക്കുന്ന സമയം കൊണ്ട് ഈ കുഞ്ഞിപ്പെണ്ണ് കണ്ട് അവൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഓരോ പണി ഇങ്ങനെ നടന്ന് കാണിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെ താഴെ പിടിച്ച് നിർത്തി. കുഞ്ഞിപ്പെണ്ണ് കണ്ട ചൂല് വെച്ച് എന്നെ പറ്റിക്കാൻ വേണ്ടി എന്തോ എൻ്റെ അടുത്തോട്ട് ആ ചൂല് നീട്ടും. അവൾക്കതൊക്കെ ഭയങ്കര കോമഡിയാണ്. അപ്പോൾ അവളങ്ങനെയൊക്കെ ഓരോ കുസൃതി കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഞങ്ങളത് വലിയ കാര്യമാക്കത്തില്ല. എന്തായാലും അടങ്ങി ഞങ്ങളുടെ കൂടെയൊക്കെ തന്നെ അങ്ങ് നടന്നോളും, വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ജോലിയെല്ലാം കുറച്ചേറെയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് നേരെ അപ്പുറത്തോട്ട് പോയി. കാരണം അടുത്ത ജോലിയുണ്ട്, തുണി വിരിക്കാനൊക്കെ പോകണം. അപ്പോൾ കുറച്ച് തുണി വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മെഷീനകത്തുനിന്ന് പിന്നെ തുണിയൊക്കെ ഒന്ന് എടുത്ത് പെരമണ്ടയ്ക്ക് കൊണ്ടിടാൻ പോയി. ചെറിയൊരു കാറ്റടിച്ചാൽ മതി മെഷീനകത്ത് നിന്നുകൊണ്ട്. പിന്നെ വലിയ വെയിലും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ. അങ്ങനെ അതെല്ലാം എടുത്ത് കൊണ്ടിട്ട്. അപ്പോൾ പാർട്ട് 2 വരുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.